കോഴിക്കോട് പന്തീരാങ്കാവ് ബൈപ്പാസിന് വേണ്ടി നിർമ്മിച്ച സർവീസ് റോഡിന്റെ ഭിത്തി തകർന്നു വീണു. ഇതോടെ സർവീസ് റോഡിലുള്ള ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പേ ഈ റീറ്റെയിൻ വാളിന് പൊട്ടുണ്ടായിരുന്നു. ആ പൊട്ട് ഞങ്ങൾ നിരന്തരം അധികൃതരെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അധികൃതർ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും എന്നിട്ട് അവർ പറയുന്നത് ഈ പൊട്ടിൽ ഗ്രൗട്ട് ഒഴിച്ചാൽ മതി, യാതൊരു അപകടം ഉണ്ടാവില്ല, വളരെ സേഫാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെർട്സിനായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ച സമയത്ത് മാക്സിമം 3 മീറ്റർ ഹൈറ്റിൽ പൊക്കാനുള്ള കമ്പിയേ ഉള്ളൂ, ഏറ്റവും കമ്പി. അത് ഇത്ര 7 മീറ്റർ കൂടുതൽ ഹൈറ്റിൽ പൊക്കിയത് കൊണ്ട് ഈ കമ്പിയിൽ ഇത് താങ്ങൂല എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞു. 200 മീറ്ററിലധികം റോഡിന്റെ ഭിത്തി തകർന്നു പോയിട്ടുണ്ട്. വലിയ അപകടമാണ് ഉണ്ടായത്. സർവീസ് റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലുമാണ്. നയൻതാര വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. നയൻതാര, ഈ രാവിലെ നയൻതാര പറയുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ അപകടമുണ്ടായിട്ട് അധികൃതർ ആരും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന്. നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്, അതിനൊരു ബദൽ സംവിധാനമോ മറ്റു മുന്നറിയിപ്പുകളോ ഉണ്ടോ? സേതു, നിലവിൽ പോലീസ് സ്ഥലത്തെത്തി ആളുകളെയൊക്കെ സമീപത്തു നിന്നും മാറ്റി എന്നല്ലാതെ മറ്റ് അധികൃതരൊന്നും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ കഴിഞ്ഞു അപകടം സംഭവിച്ചിട്ട്. കാരണം ഈ ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ട്. അതായത് 20 അടി ഉയരത്തിലുള്ള ദേശീയപാതയുടെ സർവീസ് റോഡാണ് തകർന്ന് താഴോട്ട് വീണത്. ഇവിടെ സമീപത്ത് അംഗനവാടി ഉൾപ്പെടെ 9 വീടുകളുണ്ട്. ഇതിന് മുകളിലേക്കാണ് ഈ സർവീസ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത്. അംഗനവാടിയുടെ ബാത്റൂം ഭാഗികമായി തകർന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സർവീസ് റോഡിനും അതുപോലെ ഭിത്തിക്കും വിള്ളൽ സംഭവിച്ചിരുന്നു. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനെ തുടർന്ന് അവർ സ്ഥലത്തെത്തി ഒരു പ്രവൃത്തി ചെയ്തു. അതായത് ഈ വിള്ളൽ സംഭവിച്ചിടത്തുള്ള കോൺക്രീറ്റ് മാറ്റിയതിന് ശേഷം അവിടെ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനു മുമ്പേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കോഴിക്കോട് അതിശക്തമായ മഴയാണ്. ആ സമയത്ത് ഈ വിള്ളലിലൂടെ മണ്ണിലേക്ക് താഴേക്ക് വെള്ളം ഊർന്നിറങ്ങി ഈ മണ്ണ് കുതിർന്നു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇതിന് മുകളിലൂടെ തന്നെ റോളർ കൊണ്ടുവന്ന് അമർത്തി ഈ ഒരു കോൺക്രീറ്റ് അമർത്തിയിരുന്നു. അതിനെ തുടർന്നായിരിക്കാം, ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നാണ് അറിയുന്നത്. നമുക്ക് സമീപത്തുള്ള അംഗനവാടി ടീച്ചറോട് ഉൾപ്പെടെ ചോദിച്ചു നോക്കാം. ടീച്ചറെ, ഇങ്ങനെ ഒരു വിള്ളൽ സംഭവിച്ചപ്പോൾ അധികൃതരോട് പറഞ്ഞിരുന്നില്ലേ? ഒരു അംഗനവാടിയാണ്, ഈ ഒരു ആശങ്ക പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ ബന്ധപ്പെട്ടവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ നാട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ പണി ഒരു താൽക്കാലികമായിട്ട് എന്തോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അംഗനവാടിക്ക് എന്താ സംഭവിച്ചത്? അംഗൻവാടിയുടെ ബാക്ക് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. പിന്നെ ബാത്റൂമൊക്കെ പോയി, എല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് വലിയൊരു, അതായത് ആളപായം ഒന്നും സംഭവിച്ചില്ല എന്ന് തന്നെ പറയാം. ഒരു ആശ്വാസകരമായ ഒരു സംഭവം. ഒരു ടീച്ചർ എന്നോട് വിളിച്ച് പറഞ്ഞത് ഇവിടെ അംഗൻവാടിൻ്റെ ദേശീയ സുരക്ഷാ ഭിത്തി തകർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അംഗൻവാടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്? അപ്പം പറഞ്ഞു ഒന്നായിട്ട് ഇരുട്ടാണ്, ഒന്നും അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു അംഗൻവാടിൻ്റെ ബാക്കും ഫുള്ള് പോയിട്ടുണ്ട്, ഇവിടെ ഒന്നും ഭയങ്കര ഇരുട്ടാണ്, കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇരുട്ടാണെന്ന് പറഞ്ഞു. അത് ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് ആളുകളൊന്നും ഇല്ലാത്തതിനാൽ ആളപായം ഒന്നും സംഭവിച്ചില്ല. ഈ ഒരു അപകടം, ഈ ഒരു മതിൽ സംരക്ഷണ ഭിത്തി തകർന്നത് നമ്മൾ കാണുന്നുണ്ട്. ആളുകളൊന്നും ഇല്ലാത്തതിനാൽ വലിയൊരു ആളപായം ഒന്നും സംഭവിച്ചില്ല എന്ന്. ശരി, എന്താണ് വിവരങ്ങൾ നൽകിയത്? സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് അവിടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന അംഗനവാടി കെട്ടിടത്തിന് സുരക്ഷാ മതിൽ കൂടി തകർന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നായി.